എന്തായി? ഹരിയേട്ടാ, ഏട്ടന് തന്ന ഫയൽസിലെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ടേ. ഹലോ ശിവ, എന്താ ഹരി, എന്താ പ്രശ്നം? നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ അഗ്നിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോയതായിരുന്നു. കിട്ടിയതെല്ലാം കിട്ടി. ഇറ്റ്സ് സംതിങ് ഷോക്കിംഗ്. ശിവ, അപ്പോ നീ ഉദ്ദേശിച്ചത് ശരി തന്നെയാ. അവന്റെ മോട്ടീവ് ആക്സിഡന്റ് മാത്രമല്ല. ദേ, ഇതിൽ അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നിന്റെ ഒബ്സർവേഷൻ ആയിരുന്നു കറക്റ്റ്. വാട്ട്? മാരീഡ് അല്ലെന്നോ? അപ്പോ അവന്റെ വൈഫാന്ന് പറഞ്ഞത്? ആ കുട്ടി അവന്റെ വൈഫാവാൻ പോകുന്ന കുട്ടിയായിരുന്നു. ദേ ആർ എൻഗേജ്ഡ് ബട്ട് നോട്ട് മാരീഡ്. ഞാൻ അന്വേഷിച്ചു. കല്യാണത്തിനും 2 ദിവസം മുന്നേ ആ കുട്ടിയെ കാണാതായത്. ഒരു തരത്തിൽ പറഞ്ഞ അതൊരു ഒളിച്ചോട്ടാണെന്നാ നാട്ടുകാരൊക്കെ പറയുന്നേ. ഒരു അഫയർ ഉണ്ടായിരുന്നു, ആളുടെ കൂടെ പോയെന്നാ അറിയാൻ സാധിച്ചേ. അല്ല, അപ്പോ ഹരി ആ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല ശിവ, ആ കുട്ടിയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പോലും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. What do you mean, ഹരി? ആ കുട്ടിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ലെന്നോ? അതിന് വരാൻ വഴിയില്ലല്ലോ. അതെ ശിവ, ഒരു ഡീറ്റെയിൽസും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ നീ പറയുന്നത് നമ്മൾ തുടങ്ങിയെടുത്തതിനെ വന്ന് നിൽക്കുന്നതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ നിന്റെ ഡിസിഷൻ പോലെ ഇരിക്കും ഈ കേസ് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. നീ എന്താ ഹരി ഉദ്ദേശിക്കുന്നേ? നമ്മൾ തേടുന്നത് എന്തോ അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ശിവ. അഗ്നി. ഡെയിനെ കുറിച്ച് അറിയാന്നുള്ള ഒരേ ഒരാള് അത് അഗ്നിയ. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു ACPന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് പറയണമെങ്കിൽ അത്ര നിസ്സാരക്കാരനല്ല അവൻ. നമ്മൾ അവന്റെ പാസ്റ്റ് അന്വേഷിച്ചു പോണത് അത് അവന്റെ ആവശ്യമായിരുന്നു. നീ അഗ്നിയുടെ പിന്നാലെയും ഞാൻ അവന്റെ പിന്നാലെയും. ഇതിലും വലിയൊരു ചാൻസ് അഗ്നിയെ കൊല്ലാൻ അവന് കിട്ടില്ല. ഹരി, നീ ഒരു കാര്യം ചെയ്. ചീഫിന്റെ അടുത്ത് നിന്ന് അഗ്നിയുടെ ഹോസ്പിറ്റലൈസിന്റെ ഓർഡർ ക്യാൻസൽ ചെയ്യിക്ക്. ഞാൻ അവനെ പോയി കാണട്ടെ. അഗ്നി, നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ? ആ ബ്ലാസ്റ്റിന് കാരണം അവനാ സർ. എനിക്കറിയാമായിരുന്നു ഒരു നാൾ സാറിൻ്റെ അടുത്ത് വരുമെന്ന്. 1 വർഷം മുമ്പ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതെയൊക്കെയവരുടെ പിന്നിലായിരുന്നു സാർ. അതിലൊരാൾ യൂസഫിന്റെ സഹോദരനായിരുന്നു. അയാളുടെ പുറകെ പോകുമ്പോഴാ യൂസഫിന്റെയും മകൾ അയറിന്റെയും ഡെയിനിന്റെയും വിവാഹ നിശ്ചയം. അന്നൊന്നും ഡെയിൻ എനിക്കൊരു വിഷയമല്ലായിരുന്നു. ഞാൻ യൂസഫിന്റെ സഹോദരൻ ക്രിസ്റ്റിയുടെ പിന്നിലായിരുന്നു. പക്ഷേ അതേ സമയത്തായിരുന്നു ഈ സിറ്റിയിൽ നടക്കുന്ന ഇല്ലീഗലായ ഡ്രഗ് ഡീലിംഗ്സ്, ഹ്യൂമൻ ട്രാഫിക്കിനെതിരെ ക്രൈംബ്രാഞ്ച് ACP മിസ്റ്റർ എഡ്വിൻ ചാർജ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്വേഷണം ചെന്നെത്തിയത് ഡെയിനിന്റെ കമ്പനിയിലായിരുന്നു. പുറമേ നല്ല പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണെങ്കിലും അതിന് പിന്നാലെ നടക്കുന്നത് ഇല്ലീഗലായുള്ള ഡ്രഗ് ഡീലിംഗ്സും വെപ്പൺസ് ഡീലിംഗ്സും ആയിരുന്നു. അതിനു പുറമെ ടീനേജേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ എക്സ്പോർട്ട് ചെയ്യലും. ഇതിനു പിന്നിൽ ഡെയിനാണെന്ന് സാറ് കണ്ടുപിടിച്ചു. പക്ഷേ
അവനെതിരെ തെളിവുകളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എഡ്വിൻ സാറ് ഡെയിൻ്റെ പിന്നാലെയായിരുന്നു. അതിനിടയിലാണ് ഐറിന് വേറൊരു റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഐറിൻ തന്നെ ഡെയിനോട് പറയുന്നത്. അവന് അതിനോടൊരു എതിർപ്പുമില്ലായിരുന്നു. ഐറിനെ അവൻ സഹായിക്കാന്ന് പറഞ്ഞ് കല്യാണത്തിന് 2 ദിവസം മുന്നേ ഐറിന് വേണ്ടി പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന IO കൺസ്ട്രക്ഷന്റെ പിന്നാലെ ഐറിനും ഐറിന്റെ ലവറും കൂടെ ഡെയിന്റെ വാക്ക് വിശ്വസിച്ച് വന്നു. ഡെയിന് പിന്നാലെ വന്ന എഡ്വിൻ സാറും അധിക സമയം അവിടെ ഉണ്ടായിരുന്നു. ഒരു ദയയും കൂടാതെ ഡെയിൻ അവർ രണ്ടുപേരെയും അവിടെ വെച്ച് കൊലപ്പെടുത്തി. ഇത് കണ്ട എഡ്വിൻ സാറിനെ അവനൊരു ആക്സിഡന്റിൽ പെടുത്തി. പക്ഷേ സാർ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എവിടെയാണെന്ന് മാത്രം അറിയില്ല. ഞാൻ അന്വേഷിക്കാനും പോയില്ല. കാരണം എന്റെ ടാർഗറ്റ് ഡെയിനായി അപ്പോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ക്രിസ്റ്റി അങ്ങ് കൊന്നു. അതിനുശേഷം ഞാൻ ഡെയിന്റെ പിന്നാലെയായിരുന്നു. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നടക്കുന്നവരെ കാണുമ്പോൾ അവനൊരുതരം ഭ്രാന്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അവനായിട്ട് തുടങ്ങി വെച്ചതാ ഈ കഴിഞ്ഞ ബ്ലാസ്റ്റുകളെല്ലാം. ഏകദേശം ഞാൻ അവന്റെ അടുത്ത് വരെ എത്തിയതാ. പക്ഷെ സാറാ അന്ന് എന്നെ. വേണമെങ്കിൽ സാറിന് അവനെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അന്ന് എൻ്റെ കൂടെ അവനും ഉണ്ടായിരുന്നു. പക്ഷേ ഹരിസാറിന്റെ ആക്സിഡന്റ് കാരണം സാർ അവനെ കൈവിട്ടുപോയി. തനിക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ? ബിക്കോസ് ഹി ഈസ് മൈ ടാർഗറ്റ്. താൻ പറഞ്ഞില്ലേ തൻ്റെ ടാർഗറ്റാണ് അവനെന്ന്. പക്ഷെ അല്ല, ഇപ്പോ എന്റെയും കൂടെ ടാർഗറ്റ് അവൻ. ഓ, അപ്പൊ നീയൊക്കെ എനിക്കിട്ട് ഉണ്ടാക്കുമായിരുന്നു അല്ലേടാ? അതേടാ, ഞാൻ തന്നെയാ കൊന്നത്. ദേ ഈ 2 കൈ കൊണ്ടു. നിനക്കൊക്കെ അറിയണ്ടേ എന്തിനാ ഞാൻ അവളെ കൊന്നേന്ന്? ജനിച്ചപ്പോ മുതല് സ്നേഹം എന്താന്ന് അറിയാത്തവനായി ഞാൻ. ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും ബിസിനസ് ആയിരുന്നു എല്ലാം. അതിന്റെ ഇടയിൽ അവർക്ക് എന്നെ നോക്കാൻ സമയമില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ അവരെന്നെ ഉണ്ടാക്കിയെന്ന്. ഓരോ മക്കളെയും അവരുടെ അമ്മയും അച്ഛനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് വെറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ അവരെ എന്റെ മുന്നിട്ട് ചുട്ടരിച്ച് കൊന്നത്. ഞാൻ അനുഭവിച്ച വേദനയും അവരനുഭവിക്കണം. ആ ഒറ്റപ്പെട്ട അവസ്ഥയിലും സ്നേഹം എന്തെന്ന് കാണിച്ചു തന്നത് ഐറിനായിരുന്നു. പക്ഷെ ഒരു ദിവസം അവള് വന്നിട്ട് ആ സ്നേഹം എനിക്ക് തരില്ല എന്ന് പറഞ്ഞപ്പോ സഹിക്കും എനിക്ക്. അവക്ക് എന്നെ ആയിരുന്നില്ല ഇഷ്ടം, വേറെ ഏതോ ഒരുത്തനെ. സഹിച്ചില്ല എനിക്ക്. അതുകൊണ്ട് തന്നെയാ അവക്ക് വേണ്ടി ഞാൻ പണി കഴിപ്പിച്ച അതേ കൺസ്ട്രക്ഷന്റെ പിന്നിൽ അവളെയും അവളുടെ കാമുവിനെയും ഞാൻ കൊണ്ടുവന്നത്. എന്നിട്ട് തല്ലിക്കൊന്ന് അവിടെ തന്നെ കുഴിച്ചിടുകയും ചെയ്തു. നിങ്ങളൊക്കെ ഇപ്പൊ ഈ കാണുന്ന IO കോസ്മെറ്റിക്സ് അവളുടെ ശവകുടീര. പിന്നെ എഡ്വിൻ ഒരു സൈഡ് ബിസിനസ് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാ അവനെ ഞാൻ അങ്ങ് തൂർത്ത് കളഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാൻ, തോർന്നില്ല. സാരമില്ല, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞ് അവനെ അങ്ങ് പരലോകത്തേക്ക് ഞാൻ അയക്കുന്നുണ്ട്. ഡാ നിർത്തടാ. ഡോ വേണ്ട. താനൊരു കാര്യം ചെയ്. നമ്മുടെ ഡോക്ടറിന് നല്ല ക്ഷീണം. താൻ ഡോക്ടറെ കൊണ്ട് ഡോക്ടറിന്റെ വീട്ടിലാക്ക്. എനിക്കും ശിവയ്ക്കും പിന്നെ അഗ്നിക്കും കുറച്ച് കാര്യം ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. Sir, just do what I say. Okay, sir. സർ, അഗ്നി. ഡോക്ടർ പേടിക്കണ്ട, അഗ്നിക്കൊന്നും പറ്റില്ല. ഡോക്ടർ ധൈര്യമായിട്ട് പൊക്കോ.
പിന്നെ നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ ഫോഴ്സിന്റെ കൂടെയും പോകാൻ പറഞ്ഞേക്ക്. അവരുടെ ഡ്യൂട്ടി ഇന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. വെരി ബാഡ് സർ. സാർ ഇപ്പൊ ഈ അടുത്ത തീരുമാനം വളരെ മോശമായിപ്പോയി. നിങ്ങൾ 3 പേരെ കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നാ നിങ്ങൾക്ക് തെറ്റി. എടാ മോനെ ഡെയിൻ ജോസഫേ, നീ എന്താ കരുതിയത് ഈ പീക്കറി പിള്ളേരൊന്നും എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ലെന്നാണോ? എന്നാ നിനക്ക് തെറ്റി. എടാ ശിവ, നീ ഒരുപാട് ഓടിയതല്ലേ, കുറച്ചു നേരം നീ അവിടെ റെസ്റ്റ് എടുക്ക്. ഞാനൊന്ന് ശരീരമൊക്കെ ഇളക്കിയിട്ട് വരാം. ശിവ, ശിവ, ദേ സാറേ, ഒരടി അനങ്ങരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ തോക്കിലെ ബുള്ളറ്റ് എല്ലാം ഈ ശിവസാറിന് നെഞ്ചത്തിരിക്കും. നീ അവനെന്തെങ്കിലും ചെയ്താ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ല. ഞാനൊന്നും ചെയ്യില്ല സാറേ. പക്ഷേ സാറ് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം. എന്താണല്ലേ, സാറിന്റെ ആ ഗണ്ണുകൊണ്ട് ദേ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്. ദേ സാറേ, സാറങ്ങനെ ചെയ്താ സാറിനും ദേ ഈ ശിവസാറിനും എനിക്കും ഇവിടുന്ന് സമാധാനത്തോടെ മടങ്ങാം. ഹരി, വേണ്ടടാ, അവനെ നീ ഒന്നും ചെയ്യരുത്. ഈ നാറി എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, പക്ഷെ അവൻ മരിക്കാനുള്ളതല്ല. ശിവ, എനിക്ക് വലുത് നീയാ. ഹരി, നോ.
Shall I introduce me? Edwin, Crime Branch SCP Edwin George. Hi Dane, long time no see, huh? നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഡെയിൻ? നീ എന്താ വിചാരിച്ചേ, ഒരു കാറ് കൊണ്ടുവന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറ്റിയാ ഞാനങ്ങ് പരലോകത്ത് കെട്ടിയെടുക്കുന്നു? ശിവരുത്, am I right? ഡാകൊച്ചോർക്ക, ഒരുത്തനെ കെട്ടിയിട്ടിട്ടാണോ നിന്റെ വൺ മാൻ ഷോ? നീ വന്നിവിടെ ഇരിക്കെ, ഒരുപാട് ദേഹ ഇളവിയതല്ലേ, ക്ഷീണം കാണും. ഇവനൊക്കെ ഞാൻ മതി. வாடா தாண்டவங்கள் தீ படிக்க எடுக்க നീ ആരോടെ കളിക്കുന്നുള്ള ബോധം വേണം. നിർത്തടാ, നീ കൊറേ ഉണ്ടാക്കും. കയ്യും കാലും ഒടിഞ്ഞു നടന്നിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നെ അറിയിക്കാനുണ്ട്. നീ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമൊക്കെ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഷൂട്ടഡ് സൈറ്റാ നിനക്ക് മേലെയുള്ള ഓർഡർ. തൽക്കാലം ആ കർത്തവ്യം നിർവഹിക്കാൻ ഞാൻ ആരുമല്ല. അഗ്നി, നിന്നെ പറ്റി ആലീസിന്റെ അടുത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ ജീവിച്ച സാഹചര്യം എനിക്കറിയാം. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഹീസ് യുവർ ടാർഗറ്റ്, റൈറ്റ്? Then just shoot him.